السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 287. പരിശുദ്ധ ഖുർആൻ ആദ്യാവസാനം ഖത്മ് ചെയ്യുന്ന രീതിയിലുള്ള പാരായണമാണ് ഏറ്റവും അത്യുത്തമം. അതായത് ഖുർആൻ അവിടവിടങ്ങളിൽ നിന്ന് സൗകര്യം പോലെ എപ്പോഴെങ്കിലുമൊക്കെ ഓതുന്ന ശൈലിയിൽ നിന്ന് മാറി സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ പൂർണ്ണമായും ഓതി ഖത്മ് ചെയ്യുന്ന രീതികളാണ് സ്വീകരിക്കേണ്ടത്. അതിന് വലിയ പ്രത്യേകതയുണ്ട്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു കിതാബുൽ അദ്കാറിൽ രേഖപ്പെടുത്തുന്നത് കാണും. വഖദ് കാനത് ലിസ്സലഫി റളിയല്ലാഹു അൻഹും ആദാത്തുൻ മുഖ്തലിഫത്തുൻ ഫിൽ ഖദ്രില്ലദീ യഖ്തിമൂന ഫീഹി. പൂർവസൂരികളായ മഹത്തുക്കൾ, മഹാന്മാരായ സ്വഹാബി വര്യന്മാരും താബിഈങ്ങളും തബഉ താബിഈങ്ങളുമൊക്കെ ഖുർആൻ ഖത്മ് ചെയ്യുന്നതിൻ്റെ ഖദർ അതിലവർക്ക് വ്യത്യസ്തമായ രീതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ചില ആളുകൾ 2 മാസത്തിലൊരിക്കൽ ഒരു ഖത്മ് പൂർത്തിയാക്കുമായിരുന്നു. വേറെ ചിലർ 1 മാസത്തിൽ, അതുപോലെ 10 ദിവസം കൊണ്ട്, 8 ദിവസം കൊണ്ട്, 7 ദിവസം കൊണ്ടൊക്കെ ഖത്മ് പൂർത്തിയാക്കുന്ന ശൈലിക്കാരുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു വന്നിട്ട് മഹാനുഭാവൻ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരു ദിവസം 1, 2, 4 അല്ല, ഒറ്റ ദിവസം കൊണ്ട് 8 ഖത്മ് വരെ പൂർത്തിയാക്കിയ മഹാനായ ഇമാം ഇബ്നുൽ കാത്തിബ് സൂഫിയെ പോലെയുള്ള ആളുകളെ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അദ്കാറിൽ പരിചയപ്പെടുത്തുന്നത് കാണും. അപ്രകാരം തന്നെ ഒരു റക്അത്തിൽ ഒരു ഖത്മ് ഓതി പൂർത്തിയാക്കുന്ന ധാരാളം മഹത്തുക്കൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധാരാളം മഹത്തുക്കളെ ഇമാം നവവി റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിവിധ ശൈലികൾ സ്വീകരിച്ചുകൊണ്ട് ഖുർആൻ ഖത്മ് ചെയ്യുന്ന ശീലക്കാരായിരുന്നു മുൻഗാമികളായ എല്ലാ മഹത്തുക്കളും. അതുകൊണ്ട് നമ്മളും ഖത്മ് ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത്. ഫത്ഹുൽ മുഈനിൽ ജൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, മഹാനായ അബുല്ലൈസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുസ്താൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു ഉദ്ധരണി എടുത്തു ഉദ്ധരിക്കുന്നത് കാണും. യംബഗി ലിൽ ഖാരിഇ അൻ യഖ്തിമൽ ഖുർആന ഫിസ്സനതി മർറതൈനി ഇല്ലം യഖ്ദിർ അല സിയാദ. ഒരു വർഷം 2 ഖത്മ് എങ്കിലും പൂർത്തിയാക്കണം. കൂടുതൽ സാധ്യമായില്ലെങ്കിൽ അതൊരു ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഒരു വർഷത്തിൽ 2 ഖത്മെങ്കിലും. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതും ഫത്ഹുൽ മുഈനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മൻ ഖറഅൽ ഖുർആന ഫീ കുല്ലി സനത്തിൻ മർറതൈനി ഫഖദ് അദ്ദാ ഹഖ്ഖഹു. ഒരു വർഷം 2 തവണയെങ്കിലും ഖുർആൻ ഖത്മ് ചെയ്തെങ്കിൽ അവൻ ഖുർആനിൻ്റെ ഹക്ക് വീട്ടിയവനാണ്, ഖുർആനിനോടുള്ള കടമ വീട്ടിയവനാണ് എന്ന് അബൂ ഹനീഫ ഇമാമു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ ആളുകൾ ഒരു വർഷത്തിൽ 2 ഖത്മെങ്കിലും പൂർത്തിയാക്കിയിരിക്കണം. എന്നാൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് യുക്റഹു തഅഖീറു ഖത്മത്തിൻ അക്സറ മിൻ 40 യൗമൻ ബിലാ ഉദ്രിൻ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ 40 ദിവസം പിന്നിടുന്നതിന് മുമ്പ് ഒരു ഖത്മ് പൂർത്തിയാക്കാതിരിക്കൽ കറാഹത്താണ് എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഖുർആൻ ഖത്മ് ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത്. അത് വർഷത്തിൽ 2 തവണയെങ്കിലും ആയെങ്കിലേ ഖുർആനിനോടുള്ള കടമ വീടുകയുള്ളൂ. അതേസമയം കഴിവിൻ്റെ പരമാവധി ഖത്മുകൾ പൂർത്തിയാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ, സന്നദ്ധത എല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.